कैसे हो? पूरा दुनिया इंतजार कर रहे आपके लिए. കുംഭമേളയിലൂടെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മൊണാലിസ അങ്ങനെ ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് മൊണാലിസ എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ബോച്ചെ ഈ മൊണാലിസയെ വിളിക്കുന്ന ഒരു വീഡിയോ കോളിൽ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ अरे मलयालम बोलता है क्या? अरे ഒരുപക്ഷെ ഇത് അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോഴും മനസ്സിലാക്കുന്നത് ബോച്ചയുടെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് അദ്ദേഹം മൊണാലിസയെ കൊണ്ടുവരുന്നത് എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ ബ്രാൻഡിന് ഇവിടെ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിലും വേണ്ടി വന്നാൽ അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് വരെ കൊണ്ടുവരും. മാത്രമല്ല സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണല്ലോ മൊണാലിസ. അവര് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. മാല വിൽക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ തന്റെ പിതാവിനോടും സഹോദരങ്ങളോടും ഒക്കെ ഒപ്പമെത്തിയ ഒരാളല്ലേ. സോ അങ്ങനെ ഒരാളെ തന്നെ കൊണ്ടുവരുന്നതിലൂടെ ബോച്ചെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം വളരെ ക്ലിയർ ആണ്. ഞാൻ പുള്ളിയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ ഒരു കാലത്തും എനിക്ക് വ്യക്തിപരമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേദിയിൽ നിർത്തിക്കൊണ്ട് പറയുന്നതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ ചില ന്യായങ്ങൾ ബോച്ചയുടെ ഭാഗത്തുമുണ്ട്. തെറ്റുകളുമുണ്ട്, ചില ന്യായങ്ങളുമുണ്ട്. മാത്രമല്ല ആർട്ടിസ്റ്റുകളും കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ എന്താണെങ്കിലും ഇവിടെ ബോച്ചെ ഒരു മാറ്റത്തിനാണ് ശ്രമിക്കുന്നത്. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, എന്നാൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. നാളെ അവർ ചിലപ്പോൾ വലിയൊരു സിനിമാ നടിയോ വലിയ ഒരു മോഡലോ ഒക്കെ ആയിട്ട് മാറാം. അങ്ങനെ ഒരു സമയത്ത് ചിലപ്പോൾ ബോച്ചയ്ക്ക് അവരെ ഇതുപോലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ബോച്ചെ എന്ന സമർത്ഥനായ ബിസിനസ്സുകാരൻ ഇത് മനസ്സിലാക്കി തന്നെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇൻഡോറിൽ നിന്നുള്ള ഒരു മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ. ചാരക്കണ്ണുകളും പുഞ്ചിരിയുമായി ലോകത്തെ തന്നെ ഒരുപാട് ആളുകളെ വിസ്മയിപ്പിച്ച ആ പെൺകുട്ടി അങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് 10 മണിക്കാണ് ബോച്ചയുടെ ആ ഒരു പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം. സോ അതിലായിരിക്കും ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ആ ഒരു ഉദ്ഘാടനത്തിലായിരിക്കും ഈ പെൺകുട്ടി പങ്കെടുക്കുക. എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് ബോച്ചെ അത് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയാണെന്ന് തോന്നുന്നു കൂടെയുള്ളത്. സോ എന്തായാലും ആ ഒരു ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് തീർച്ചയായും ഉദ്ഘാടനത്തിൽ അവരെത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകുമെന്നത് ഉറപ്പ് തന്നെയാണ്. കാരണം മൊണാലിസ എന്ന പെൺകുട്ടിയെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കേരളത്തിലുമുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.